അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ സൂറത്തുൻ നൂറിൻ്റെ 32-ാമത്തെ ആയത്തിലൂടെ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ് വ അൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി എന്നുള്ള ആയത്ത്. നിങ്ങൾ വ അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്നുള്ള വിവാഹം കഴിക്കാത്തവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും, നിങ്ങളിൽ നിന്നുള്ള അടിമകളെയും അടിമ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അവർ ദരിദ്രരാണ് എങ്കിൽ, അതുപോലെ തന്നെ അവർ ദരിദ്രരായ ആളുകളാണെങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ധന്യത നൽകുന്നതാണ്. കരിയർ, ജോബ്, മറ്റ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട്, ഭൗതിക സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിവാഹത്തെ അങ്ങേയറ്റം വൈകിപ്പിക്കുന്ന ആളുകളോട് കൂടിയാണ് അത് പറഞ്ഞുകൊണ്ട് വിവാഹത്തെ പിന്തിപ്പിക്കുന്ന സമൂഹത്തോടു കൂടിയാണ് ഖുർആൻ പറയുന്നത് ഈ യകൂനു ഫുഖറ, അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എങ്കിൽ അള്ളാഹു അവർക്ക് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ധന്യത നൽകുന്നതാണ് എന്നതാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ വ അൻകിഹു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തോടാണ്, രക്ഷിതാക്കളോടാണ്, കുടുംബത്തോടാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടാണ് അവരുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുകയും ആ വിഷയത്തിൽ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്യണം എന്നത് ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്.